നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്ന ഡിസംബർ 8-ന് നടൻ ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മ സരോവരത്തിന് മുകളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ആരോപിച്ച് സഹോദരി എസ് ജയലക്ഷ്മി പോലീസിൽ പരാതി നൽകി. റിപ്പോർട്ടർ ടിവി, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ ചാനലുകൾക്കും അവയിലെ മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് നിയമ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യതയുടെ ലംഘനമെന്ന് പരാതി. വീടിന്റെ മുകളിൽ ഡ്രോൺ പറത്തി ദിലീപിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത ലംഘിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ദിലീപ് മാത്രമല്ല, വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും താൻ ഉൾപ്പെടെയുള്ളവരും ഡ്രോൺ നിരീക്ഷണത്തിന് ഇരയായെന്നും ഈ ദൃശ്യങ്ങൾ ചാനലുകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. സ്വകാര്യ വസതിക്ക് മുകളിൽ അനുമതിയില്ലാതെ വ്യോമ നിരീക്ഷണം നടത്താൻ മാധ്യമങ്ങൾക്ക് അധികാരമില്ലെന്നും ഇത് ക്രിമിനൽ അതിക്രമമാണെന്നും ജയലക്ഷ്മി ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസിലെ PG സുരേഷ് കുമാർ എന്നിവർക്കും ചാനൽ മാനേജ്മെന്റുകൾക്കും എതിരെയാണ് പരാതി. BNS പ്രകാരം അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ, പൊതുശല്യം ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച ഡ്രോണുകളും മെമ്മറി കാർഡുകളും മറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെയാണ് ഡ്രോൺ പ്രവർത്തിപ്പിച്ചത്. ഇത് തങ്ങളുടെ സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ്. ഞങ്ങളുടെ വസതി ഒരു പൊതുസ്ഥലമല്ല. ഒരു സ്വകാര്യ താമസ സ്ഥലത്തിന് മുകളിൽ വ്യോമ നിരീക്ഷണം നടത്താൻ ഒരു മാധ്യമ സ്ഥാപനത്തിനും അധികാരമില്ല. അന്ന് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും സൽപ്പേരിനും പരിഹരിക്കാനാകാത്ത ദോഷം സംഭവിച്ചിരിക്കുന്നു. അതിനാൽ മേൽപ്പറഞ്ഞ വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തണം. നിയമവിരുദ്ധ നിരീക്ഷണത്തിനായി ഉപയോഗിച്ച ഡ്രോണുകൾ, മെമ്മറി കാർഡുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുക്കണം. ജയലക്ഷ്മി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. വീടിനുള്ളിലെ ദൃശ്യങ്ങൾ പോലും പകർത്താൻ ശ്രമിച്ചതിലൂടെ കുടുംബത്തിന്റെ അന്തസ്സിനും സുരക്ഷയ്ക്കും ഭീഷണിയുണ്ടായി. ഒരു സ്വകാര്യ വസതി പൊതുസ്ഥലമല്ലെന്നും അവിടെ വ്യോമ നിരീക്ഷണം നടത്താൻ ആർക്കും അധികാരമില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ചാനലുകളുടെ ബിസിനസ് നേട്ടത്തിനായി സ്വകാര്യ ജീവിതത്തിലേക്ക് നടന്നുകയറുകയാണ് ചെയ്തതെന്ന് ജയലക്ഷ്മി ആരോപിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിധി പറയുന്ന ദിവസം ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും തിരികെ വരുന്നതും പകർത്താനുള്ള ശ്രമത്തിനിടയിലാണ് ചാനലുകൾ ഹെലികാം ഉപയോഗിച്ചത്. സംഭവത്തിൽ ആലുവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വിധി വന്ന ശേഷം ദിലീപ് കാറിൽ നിന്നിറങ്ങുന്നതും അതുപോലെ വീട്ടുകാർ സ്വീകരിക്കുന്നതുമെല്ലാം തന്നെ ഈ ഡ്രോൺ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതേസമയം ഇതിനെതിരെ വ്യാപക വിമർശനം തന്നെയാണ് ഉണ്ടായത്. സ്വകാര്യത ലംഘിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രൂക്ഷമായ അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നത്.